എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ 4-5 വീഡിയോ ചെയ്തത് ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ വരാൻ ലേറ്റായത്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ ഇട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുടയുടെ പിടിക്കുള്ളിൽ നമ്മൾ സാനിറ്റൈസർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് സാനിറ്റൈസർ കൊണ്ടു നടക്കാനും യൂസ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് കുടയുടെ പിടിക്കുള്ളിൽ സാനിറ്റൈസർ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സാനിറ്റൈസർ അംബ്രല്ല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു കുടയാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ്, പിന്നെ അതിൻ്റെ ഒരു എൻഡ് ക്യാപ്പ്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി സിലിക്കോൺ വേണം. അതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂ വേണം. ഫ്ലെക്സ് കിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് വാഷിനുള്ളിൽ നമ്മൾ പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ബട്ടണും ഈ ട്യൂബുമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇത് എത്രയും ചെറുതെടുക്കാവോ അത്രയും നല്ലതായിരിക്കും. കാരണം കുടയ്ക്കുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ്, കുടയുടെ പിടിക്കുള്ളിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് എത്രയും ചെറുത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കുട. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആണ് നമ്മൾ സാനിറ്റൈസർ സെറ്റ് ചെയ്യുന്നത്. കുടയ്ക്കകത്തല്ല, നമ്മൾ കുടയുടെ പിടിയിലുള്ളിലാണ് നമ്മൾ സാനിറ്റൈസർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ വള്ളിയുടെ ആവശ്യമില്ല, നമുക്കതൊന്ന് റിമൂവ് ചെയ്യാം. ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സൂട്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. പൈപ്പ് നല്ലപോലെ ഹീറ്റായ ശേഷം മാത്രമേ ഉള്ളൂ പിടിക്കുള്ളിലോട്ട് ടൈറ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ ഈ പൈപ്പ് കയറ്റുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പിടിക്കുള്ളിൽ കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടും പിന്നെ അതിനുള്ള ഗ്യാപ്പുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒരു മുൻകരുതൽ എന്ന പോലെ അതിനകത്ത് സിലിക്കോൺ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഗ്യാപ്പ് പോലും, ചെറിയ ഗ്യാപ്പ് പോലും ഉണ്ടാകരുത്. അപ്പം സിലിക്കോൺ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് സാനിറ്റൈസർ ഒഴിക്കുന്നത്. നമ്മുടെ കുടയുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇതിനുള്ളിലാണ് നമ്മൾ സാനിറ്റൈസർ ഒഴിക്കുന്നത്. ഈ എൻഡ് ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് വെക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് അതിനകത്ത് സാനിറ്റൈസർ നമുക്ക് ലീക്ക് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്കിനിയിപ്പം സാനിറ്റൈസർ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആ എൻഡ് ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു സാനിറ്റൈസർ ഫില്ല് ചെയ്യാനും സാധിക്കും. അത് ഇനി നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. നമുക്ക് നമ്മുടെ ഇരിക്കുന്ന സിൽവർ കളർ പെയിൻ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പം അതൊന്ന് അടിച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിടി പെയിൻ്റ് അടിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഈ എൻഡ് ക്യാപ്പിന് ഇച്ചിരി ടൈറ്റ് ഉണ്ടാവും, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാനിറ്റൈസർ ലീക്ക് ഉണ്ടാകരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇച്ചിരി ടൈറ്റ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സാനിറ്റൈസർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സാനിറ്റൈസർ ആഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം വർക്കിംഗ് ആണോ അല്ലയോ എന്ന്.
അന്നേരം സാനിറ്റൈസർ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് എൻഡ് ക്യാപ്പ് വെച്ച് അടച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്യണം എൻഡ് ക്യാപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സംഭവം പൊളിയായിട്ടുണ്ട്. സാനിറ്റൈസറൊക്കെ അടിപൊളിയായിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ കുടയും ഈ കുടയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിടിക്ക് നീളക്കൂടുണ്ടാവും, എന്നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ സാധാരണ കുട യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സാനിറ്റൈസർ സംഭവമുള്ള കിഡു ഐറ്റം തന്നെയാണ്. വളരെ ഫ്രണ്ട്ലി യൂസുമാണ്, അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമാണ് ഈ സംഭവം. നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ബട്ടണിലൊന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ട് സാനിറ്റൈസർ വരും. നമുക്ക് എവിടെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടും സാനിറ്റൈസർ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിഡു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങൾ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.